വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഈ ഒരു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു മീറ്റപ്പാണ് കേട്ടോ. ഇക്കാക്ക് കോൺട്രാക്ടറായ കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു മീറ്റപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അൾട്രാടെക് സിമെൻറ്റിൻ്റെ ഒരു കുടുംബസംഘമാണ് കേട്ടോ നടക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷനൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് പ്രൈസസൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവരുടെ ക്ഷണം അനുസരിച്ച് ഞങ്ങൾ വന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു സംഭവം നടക്കുന്നത് തൃശ്ശൂർ പേൾ റീജൻസി എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വെച്ചാണ് കേട്ടോ. നല്ലൊരു പ്രോഗ്രാമാണിത്. അപ്പോൾ എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കണം. ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാണാൻ നല്ല ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇവിടെ ഇവരുടെ പ്രോഡക്റ്റ്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ അവർ വിശദീകരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആ ഒരു ഭാഗം വെറുതെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുള്ള ഒരു ഫംഗ്ഷനാണ്, പക്ഷേ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് ഐ ടെസ്റ്റൊക്കെ നടന്നിരുന്നു. ഞങ്ങളും ഐ ടെസ്റ്റ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം. ഒരുപാട് പ്രൈസസൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ അൾട്രാടെക്കിന്റെ കുടുംബ സംഗമത്തിന് എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും ആദ്യം തന്നെ ഞങ്ങളുടെ സ്നേഹ സ്വാഗതം അറിയിക്കുകയാണ്. ഒരു സായാഹ്നത്തിൽ നമുക്കറിയാം അൾട്രാടെക് എന്ന നമ്മുടെ ഈ വലിയ കമ്പനിയുടെ വർഷങ്ങളായി ഇന്ത്യൻ സിമെന്റ് വ്യാപാര രംഗത്ത് തൻ്റെതായിട്ടുള്ളൊരു സ്ഥാനം ഉറപ്പിച്ച വൻകിട മറ്റ് കമ്പനികളോടൊപ്പം തന്നെ വലിയ സ്ഥാനമുണ്ടെങ്കിൽ കൂടി ഏറ്റവും മികവാർന്ന രീതിയിൽ എല്ലാവരെയും എല്ലാ ജനങ്ങളെയും സംതൃപ്തിപ്പെടുത്താൻ സാധിച്ച ഒരേ ഒരു സിമെന്റ് നമ്മുടെ ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇതിനെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ഞാനായിരിക്കും ഇതിന്റെ MC മിഥുൻ മണ്ണാർക്കാട്. കൂടെ ഒരു സിംഗറും കൂടെ ഉണ്ട്. അപ്പോൾ അവരും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസും ഒപ്പം തന്നെ നമ്മുടെ കുറച്ച് എന്റർടൈൻമെന്റ് സെക്ഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സാന്നിധ്യം ആദ്യം അറിയണമെങ്കിൽ നല്ലൊരു കയ്യടി എല്ലാവരും കൂടെ ചേർന്ന് തരികയാണെങ്കിൽ അത് നമുക്ക് പോകാൻ പറ്റും. കാരണം ഇത് നമ്മുടെ ഒരു ഫാമിലി മീറ്റ് ആണ്. ഇതിലാരും പുറത്തുനിന്ന് വന്ന ആളുകളല്ല, എല്ലാവരും നമ്മുടെ ഫാമിലി തന്നെയാണ്. വർഷങ്ങളായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മേഖലയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളതിനൊക്കെ കുറിച്ച് നമുക്ക് പല സ്റ്റഡികളും നടത്തി ഇന്ന് അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു മീറ്റപ്പുമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി നിറഞ്ഞ സ്നേഹ സ്വാഗതം അറിയിക്കുകയാണ്. പിന്നെ അദ്ദേഹം പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് ഞാനതിൽ സൗണ്ട് ഒന്ന് കുറച്ചിരിക്കുകയാണ് കേട്ടോ. അദ്ദേഹം മാത്രമല്ല കേട്ടോ, ഒരു ഫീമെയിൽ സിംഗറും ഉണ്ടായിരുന്നു പാട്ട് പാടാനായിട്ട്. അപ്പം ആ ഒരു നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്കിതിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സാധിക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഒഴിവാക്കിയത്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇതിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുസൃതി ചോദ്യങ്ങളും മറ്റും. അപ്പം നമുക്ക് അതിലേക്ക് പോവാം. ഒരുപാട് വനങ്ങളുണ്ട്. അതിൽ ആളുകൾ കൈയാണ് പൊക്കേണ്ടത് കേട്ടോ. ആരും തന്നെ വിളിച്ചു പറയുന്നത് ആളുകൾ കൂടുതൽ താമസിക്കുന്ന വനം. കുസൃതിയാണെ അറിയെങ്കിൽ കൈവോക്കുക, സമ്മാനമുണ്ട്. ഇത്ര അത് അവിടെ ഒരു ചേട്ടൻ പോക്കിയിട്ട് ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പറയാം. പാലക്കാടോ വനം? ഓക്കെ, അറിയോ? ഭവനം. റൈറ്റ് ആൻസർ. നല്ലൊരു കൈയ്യടി കൊടുക്കണം അദ്ദേഹത്തിന്. ഓക്കെ, ഒരു സമ്മാനം കൊടുത്തു. ഞങ്ങളൊരു സ്നേഹ സമ്മാനമാണ് ഇത്. ആദ്യം ഇന്ന് നമ്മുടെ അൾട്രാടെക്കിന്റെ ഒരു ഫാമിലി മീറ്റുമായിട്ട് ഇന്ന് ഫസ്റ്റ് സമ്മാനം നേടിയ ആൾ അദ്ദേഹമാണ്. ഓക്കെ, ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത ആൾ ഏതാണ്? റൈറ്റ് ആൻസർ. നല്ല കൈയടി കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഓടി വാ. അടിപൊളി. ഓക്കെ, നല്ലൊരു സെയിൽസ് ഹെഡ് മിസ്റ്റർ എബി സാറിനെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഒരു ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി സ്വാഗതം. ഓക്കെ, അപ്പൊ ഇത് കുഞ്ഞുമോളാണ് മേടിക്കുന്നത് കേട്ടോ. ഓക്കെ, നല്ലൊരു സ്നേഹ സമ്മാനം ഞങ്ങൾ നൽകുന്നു അൾട്രാടെക്കിന്റെ ഫാമിലി ആയിട്ട് ഇന്നത്തെ നമ്മുടെ തുടക്കത്തിൽ. ഓക്കെ, ഏറെ സ്നേഹം അറിയിക്കുന്നു. ഇനി തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരുന്നുണ്ട്. അപ്പൊ നല്ലൊരു കൈയ്യടി കൊടുക്കണം. ഇനി ഇദ്ദേഹത്തിന്റെ അത്രയും ധൈര്യമുള്ള ഒരാളെ കൂടെ വേണം. ഇവിടെ ചേച്ചിമാരൊക്കെ കുറവാണ് എങ്കിലും കൂടിയിട്ട് ചേട്ടനൊന്ന് സ്റ്റേജിലേക്ക് കയറണം. ഓക്കെ, പേരൊന്ന് പറയാമോ? രമേശ്. ഓക്കെ, തൃശ്ശൂർ തന്നെയാണ്. ഓക്കെ, രമേശ് മെസാറാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ആർക്കെങ്കിലും വരൂ. എന്തിനാണ് മടി? നമ്മുടെ പേര് വരൂ. നമ്മുടെ വേദിയാണിത്, നമ്മുടെ സായാഹ്നമാണിത്, നമ്മളൊരു ഫാമിലി മീറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നിൽക്കാം. ഓക്കെ,
മുറിയിലേക്ക് ഇറങ്ങിയേക്കാം. ഇദ്ദേഹം കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു രണ്ടുപേരും കൂടെ വേണം. ആരും ഉണ്ടോ? രണ്ടുപേര് മതി. വളരെ ഉണ്ടോ? ആരുമില്ലേ? അയ്യോ, ധൈര്യം, ഭയങ്കര ധൈര്യം. കയറി വാ. നല്ല കൈയ്യടി. ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് 4 പേരെ സെലക്ട് ചെയ്തിട്ട് പേരൊന്ന് പെട്ടെന്ന് പറയണം. അഷ്കറാണ്. ഓക്കെ, നെക്സ്റ്റ് വിനോദ്. ഓക്കെ, സിദ്ദീഖ്. നമ്മുടെ പേര് രമേശ്. അപ്പൊ 4 പേരാണ് നമ്മുടെ ഇവിടെ ഇന്നത്തെ 4 മത്സരാർത്ഥികളാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ മത്സരം വളരെ സിമ്പിൾ ആണ്. എല്ലാവരും സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നതാണ്. നമ്മളെല്ലാവരും ഒരു മൈക്ക് കൂടെ വേണേ മോനെ, എനിക്കൊരു മൈക്ക് കൂടെ വേണം. ഒരു മൈക്ക് കൂടെ ഓൺ ചെയ്ത് തരണേ. ഒക്കെ കാണുന്നതാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ലെറ്റർ ഗെയിം എന്ന് പറഞ്ഞൊരു ഗെയിം. നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാം എവിടുന്ന് തുടങ്ങണ്ടേ? ഓക്കെ. എവിടുന്ന് തുടങ്ങണ്ടേ? നിങ്ങൾ പറയും. ഇവിടുന്ന് തുടങ്ങണോ അവിടുന്ന് തുടങ്ങണോ? റൈറ്റ് ഓർ ലെഫ്റ്റ്? ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ഇതാണ്. ഓക്കെ, ഓക്കെ, റെഡി. അപ്പൊ ലെഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അക്ഷരം മലയാളത്തിൽ തിരഞ്ഞെടുക്കാം. ഏതെങ്കിലും ഒരു അക്ഷരം എല്ലാവർക്കും സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്ത് ചോദിക്കുകയാണെങ്കിലും ആദ്യം ആ അക്ഷരം വെച്ച് മാത്രമേ ഉത്തരം പറയാവൂ. കേട്ടോ, അതാണ് ടാസ്ക്. നല്ല കൈയ്യടി എല്ലാവരും കൂടെ ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. തെറ്റിയാൻ പോട്ടെ. ഒരു ദിവസം നമ്മുടെ ഒരു സായാഹ്നത്തിൽ നമ്മുടെ ഫാമിലി ആയിട്ട് കളിക്കുന്ന ഒരു കുഞ്ഞു ഗെയിം, അത്രേ ഉള്ളൂ. അപ്പൊ ഏതാണ് വേണ്ട അക്ഷരം? എളുപ്പമുള്ളത് ആയാണോ? ഓക്കെ, നല്ല അക്ഷരമാണ്. ആദ്യം മലയാള അക്ഷരമാലയിലെ ഏറ്റവും ആദ്യത്തെ അക്ഷരം അവിടെ. അടിപൊളി. നല്ല കൈയ്യടി. അവിടെ. വാ. സൂപ്പർ. നെക്സ്റ്റ്. മലയാളത്തിൽ ഇത്തിരി അക്ഷരം ഉണ്ടായിട്ട് ഒരു അക്ഷരം ഏതാ പറയേണ്ടതല്ലേ? ഏതൊരു അക്ഷരം? ഏതാ? പറഞ്ഞു. നല്ലൊരു കൈയ്യടി കൊടുക്കുക അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം പറയും. നല്ലൊരു സപ്പോർട്ട് കൊടുത്താൽ അദ്ദേഹം പറയും. വാ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ മാ തരട്ടെ? അടിപൊളി. ഇത് പെട്ടെന്ന് വാക്കുകൾ കിട്ടുന്ന ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ തുടങ്ങാൻ പോകും. ഫ്രണ്ടിലേക്ക് കയറി നിൽക്കാം. നല്ല കൈയ്യടി നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ തുടങ്ങാൻ പോകും. ഏതക്ഷരം? എന്താ പേര്? അഷ്കർ. ഇത് ഒറിജിനൽ നെയിമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? അലുവ തിന്നിട്ടാണ് ഇങ്ങനെ ആയത്. ഓക്കെ, എവിടുന്നാ വരുന്നത് ഇപ്പൊ? ആൽത്തറ കൂട്ടാൻ പറ്റില്ല, ആയാണല്ലേ. ഇതിന് വാല് കൂടുതലുണ്ട്. ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും. ഓക്കെ, നല്ല ഫാമിലി. ഓക്കെ, അല്ല ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടമുണ്ട്. ഏറ്റവും പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം ഏതാ? ആലുവ. എന്താണത് കഥ? ഞാൻ ആലോചിക്കണം. അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാ? നടൻ അമിതാഭ് ബച്ചൻ. അടിപൊളി. ഏറ്റവും ഇഷ്ടപ്പെട്ട നടി? അനുഷ്ക. കള്ളൻ. ഓക്കെ, നെക്സ്റ്റ്. നമുക്കറിയാം ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ആരാധിക എന്ന് പറഞ്ഞോണ്ട് നല്ല കൈയ്യടി കൊടുക്കണം അദ്ദേഹത്തിന്. നല്ല സപ്പോർട്ട്. മാക്സിമം സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തു. ഇതിന് ജഡ്ജ് ചെയ്യേണ്ടത് ഞാനല്ല, നിങ്ങളാണ് കേട്ടോ. നമുക്കിവിടെ ഇനി ഒരു 6:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങേണ്ടതുകൊണ്ട് നമുക്ക് പോവാം. ഓക്കെ, നന്നായിട്ട് ചെയ്തു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത ആള് കുറച്ച് കയറി നിൽക്കാം. ഏതായാലും നമ്മുടെ അക്ഷരം? എവിടുന്നാ വരുന്നേ? കേച്ചേരി. ഓക്കെ, എന്താ രാവിലെ കഴിച്ചത്? എന്താ രാവിലെ എന്താ കഴിച്ചത്? രാവിലെ എന്താ കഴിച്ചത്? പോട്ടെ സാറ്. വീട്ടിലിറങ്ങിയിട്ട് കട്ട്ലേറ്റ്. രാവിലെ എഴുന്നേറ്റ് ഉടനെ കട്ട്ലേറ്റ് കഴിക്കുന്ന മനുഷ്യനാണോ കാണുന്നത്? ഓക്കെ, നല്ല കൈയ്യടി. ഓക്കെ, വീട്ടിലിറങ്ങിയിട്ട് അച്ഛൻ അമ്മ കാവച്ചിട്ട്. അടിപൊളി. ഓക്കെ, നന്നായിട്ട് ചെയ്തു കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ കൊടുക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോണം. ഫുള്ള് വായന പിടിച്ചോണം. ഓക്കെ, ഏറ്റവും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം? വയനാട്. അടിപൊളി. നല്ല സ്ഥലമല്ലേ? തണുപ്പുള്ള സ്ഥലം അല്ലേ? ഓക്കെ, ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? വട്ടപ്പം. വീട്ടിലാരൊക്കെയുണ്ട്? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? വടക്ക് നോക്കി വന്നു. നല്ല കൈകളി. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? വിജയൻ. ഇഷ്ടമായിരുന്നു. ഓക്കെ. അങ്ങനെ തോന്നാൻ കാരണം, അദ്ദേഹത്തോട് ഇഷ്ടം തോന്നാൻ കാരണം? നല്ലൊരു അഭിനയം. ഓക്കെ, വായിൽ പറയണം. വല്ലാത്തൊരു അഭിനയമായിരുന്നു പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ല. എനിവേ സൂപ്പർ ആയിട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്. അടുത്താണ് പെട്ടെന്ന്. ഏതാ പ്രശ്നം? ഓക്കെ, ശരി.
എവിടുന്ന ഇപ്പൊ വരുന്ന എവിടുന്ന? മണലൂര്. മണലൂര്. അങ്ങനെ സ്ഥലമുണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ, സെറ്റ്. മണലൂര്. ഓക്കെ. രാവിലെ കഴിച്ച ഭക്ഷണം ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാ? ഏറ്റവും ഇഷ്ടപ്പെട്ട നടി? മനീഷ കൊയ്രാള. മനീഷ കൊയ്രാള. അത് മാത്രം പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട നടി ആരാന്നുള്ളത് പറഞ്ഞു. മനീഷ കൊയ്രാള. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ. ഇപ്പൊ നമുക്ക് പോകാൻ ഒരുപാട് ഇഷ്ടങ്ങളുണ്ടോ? ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പോകാൻ? മൂന്നാർ. അത് കൊള്ളാം, അടിപൊളി. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? മരുമകൾ മാത്രമേ വീട്ടിലുള്ളൂ. നല്ല ഗൈഡ് കൊടുക്കണം. ഓക്കെ, എല്ലാവരും ചേർന്നാണ്. താങ്ക് യു. അതൊരു ഫണ്ണായിട്ട് എടുത്താൽ മതി എല്ലാവരും. ഇനി നിങ്ങൾ സെലക്ട് ചെയ്യണം. വളരെ കുഞ്ഞു സമയം എടുത്തുള്ളൂ നമ്മൾ ഈ ഒരു ഗെയിമില്. അപ്പൊ ആരാണ് ഇതിൽ നന്നായിട്ട് ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് പെർഫോം ചെയ്ത ആരാണെന്നുള്ളത് നിങ്ങൾ പറയണം. ഞാൻ 1 2 3 4 എന്ന് പറയും. ഓക്കെ, 1 ആണ് അല്ലെ? നന്നായിട്ട് ചെയ്ത്. അപ്പൊ നല്ല ഗൈഡ് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് 1. അദ്ദേഹത്തിന്റെ പേര് ഒന്നുകൊണ്ട് കയറി നിൽക്കാം. അഷ്കറാണ്. ഓക്കെ. നമ്മളിത് പ്ലാൻ ചെയ്താൽ ഈ ഒരു ഗെയിമിന്റെ പ്രശ്നം നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കട്ടായി പോകും. അത് മത്സരിക്കുന്ന ആളുകൾക്ക് അറിയുള്ളൂ. അപ്പൊ നമ്മൾ അദ്ദേഹം ചിലപ്പോൾ കുറേ നേരം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നടക്കൂല. അവിടെ എത്തുമ്പോൾ നമ്മൾ കട്ടായി പോകും. അതൊരു ഭാഗ്യം കൂടിയാണ്. ഓക്കെ. അപ്പൊ ഇനിവേ സൂപ്പർ, നല്ല പെർഫോം ചെയ്തു. മറ്റാരും മോശം എന്നല്ല, എല്ലാവരും ഗംഭീരമായിട്ടല്ലേ ചെയ്തു കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ വലിയ സന്തോഷം. കൂടെ ഉണ്ടാവണം. നമ്മുടെ ഒരു സായാഹ്നം അതിമനോഹരമാക്കണം. ഓക്കെ. അപ്പൊ ഒരു ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി നമുക്ക് അപ്പോൾ അതോടൊക്കെ ഒരു സ്നേഹ സമ്മാനം നൽകുന്നു. ഏറെ സ്നേഹത്തോടു കൂടി. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യമാണ് എൻ്റെ മുൻപിലുള്ളത്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ വെൽക്കം സ്പീച്ച് എബിസാറായിരുന്നു. അദ്ദേഹം അൾട്രാടെക് സിമെൻറ്റിൻ്റെ ആരംഭഘട്ടമുള്ള കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല, കാരണം വളരെ ലെങ്ത് കൂടും. അപ്പം പറ്റില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് തിരി കൊളുത്തലായിരുന്നു കേട്ടോ. ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ നടക്കുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിൽ, അതുപോലെ തന്നെ +2, ഡിഗ്രി, ഇതിലൊക്കെ ഉന്നത മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക്, ഫുൾ A+ ഒക്കെ വാങ്ങിയ കുട്ടികൾക്ക് പ്രൈസ് കൊടുക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു പരിപാടിക്ക് ശേഷം സ്റ്റേജിൽ പ്രൈസ് കൊടുക്കൽ തന്നെയായിരുന്നു കേട്ടോ. അൾട്രാടെക് സിമെൻറ്റ് വാങ്ങിക്കുമ്പോൾ എത്ര സിമെൻറ്റ് എടുത്തോ അതിനനുസരിച്ച് പോയിൻ്റ് അടിസ്ഥാനത്തിൽ പ്രൈസ് കൊടുക്കുന്നത് അതാണിത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എൻ്റർടൈൻമെൻറ്റിലേക്കാണ് വരുന്നത്. കൺമഷി റൈറ്റ് ആൻസർ. നല്ല കൈ കൊടുക്കണം. ഓക്കെ. ആദ്യം കൈ നോക്കുന്നതാണ്. ഗിഫ്റ്റ് വേണ്ടേ? വരൂ, നമ്മുടെ സ്റ്റേജിലേക്ക് വരൂ. ഓക്കെ. ഈ ഒരു കുസൃതി ചോദ്യത്തിന് ഇക്കാക്കാണ് കേട്ടോ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കുസൃതി ചോദ്യം എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, ഞാൻ കുറേയൊക്കെ കട്ടാക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും ഒരു സ്റ്റേജിലൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്നേഹത്തോടു കൂടി ഇനി ഒരാളെ ഞാൻ സെലക്ട് ചെയ്യാം. വരും, നല്ല കൈയ്യടി കൊടുത്താൽ വരും. വരൂ, നമ്മുടെ ഗെയിമിലേക്ക് സ്വാഗതം. വരും. പകുതി മനസ്സിലിരിക്കുന്ന ആളുകൾ എനിക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പോണ്ടേ, ഇനിയിപ്പോ അവിടെ പോയി എന്ത് പണിയായിരിക്കും കിട്ടുക എന്നുള്ള ആലോചന. ഇപ്പം സ്റ്റേജിലേക്ക് കയറിയിട്ടുള്ളത് മകളാണ്. ഓക്കെ. അപ്പൊ എല്ലാവരും സിനിമയൊക്കെ കാണുന്ന ആളുകളാണല്ലോ. സിനിമ കാണൂലേ? സിനിമ എന്ന് പറഞ്ഞപ്പോ സിനിമയോ എന്താ അത് എന്ന് ചോദിച്ചിട്ട് സിനിമ കാണൂലേ? കാണാറുണ്ട്. മോള് കാണാറുണ്ടല്ലോ? കാണാറുണ്ട്. അവിടെ കാണാറുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നടന്മാരുണ്ടാവും അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ? മമ്മൂക്ക ഫാൻസ്. നല്ല കൈയ്യടി. മമ്മൂക്ക ഫാൻസ്. ഇവിടെ മോൾക്ക് ഇഷ്ടം? ഇത് മമ്മൂട്ടി ലേലായിട്ട് വന്നിരിക്കുകയാണോ? മമ്മൂട്ടി 2 വട്ടം. ഓക്കെ, നല്ല കൈയ്യടി. ഓക്കെ, നെക്സ്റ്റ്. വീണ്ടും മമ്മൂട്ടി. ഓക്കെ, മമ്മൂട്ടി എന്ന് പറയുന്നത്
ആസിഫ് അലി. അടിപൊളി, നല്ല കൈയടി, നല്ല കൈയടി. ഓക്കെ, അപ്പൊ 3 മമ്മൂട്ടി, ഒരു ആസിഫ് അലി അല്ലെ. ലാലേട്ടന്റെ പേര് ആരും പറഞ്ഞില്ല. ഇല്ല, ഇവിടെ ആരെങ്കിലും ലാലേട്ടൻ ഫാന് കട്ട ആരാധകരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ മലയാളത്തിന്റെ 2 മുഖങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും. അപ്പൊ അതുകൊണ്ട് ലാലേട്ടൻ ഫാൻ ആർക്കെങ്കിലും മത്സരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരുമോ? റെഡി, നല്ല കൈയ്യടി കൊടുക്കേ. അതാണ് എനർജി, അതാണ് എനർജി. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഗെയിമില് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഇഷ്ടപ്പെട്ട നടന്റെ സിനിമകളുടെ പേര് 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ആളാണ് ഇവിടെ ജയിക്കുന്നത്. ഒരു കാര്യമുണ്ട്, മമ്മൂക്ക സെലക്ട് ചെയ്ത് ഓക്കെ, പക്ഷെ മമ്മൂക്കയുടെ പറഞ്ഞ സിനിമയുടെ പേര് വീണ്ടും പറയാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നം കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രമിക്കാം. വളരെ രസകരമായിട്ട് കുറെ വേണ്ട, ഒരു 10 പറഞ്ഞാൽ മതി. എന്തിനാ കുറെ 10-20 പറഞ്ഞിട്ട് ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് പോകണ്ടേ നമുക്ക്? അതൊന്നും വേണ്ട, നമുക്കൊരു 10 സിനിമയുടെ പേര് പറഞ്ഞാൽ മതി. അപ്പൊ മമ്മൂക്കയുള്ള ആളുകളൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചോ, പറഞ്ഞ പേര് പറയരുത്. ഇവിടെ ആസിഫ് അലി ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ആസിഫ് അലിയും തുടങ്ങാം. അതല്ലേ നല്ലത്? അദ്ദേഹമാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. നല്ല കൈയ്യടി നിങ്ങൾ കൊടുക്കണം. അധികം വേണ്ട. എന്തിനാ അധികം പറഞ്ഞാൽ പുള്ളി ഉദ്ദേശിക്കുന്നത് 100-150 പടം ഒന്നും വേണ്ട. നമുക്ക് ഒരു 10 സിനിമയുടെ പേര് പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ എല്ലാവർക്കും ആലോചിക്കാനുള്ള സമയമുണ്ട്. പക്ഷെ ഗെയിമിന്റെ പ്രത്യേകത എത്ര ആലോചിച്ചാലും നമ്മൾ പറയുന്ന സമയത്ത് കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനെ നമുക്ക് നോക്കാം അല്ലെ. ആസിഫിന്റെ ചെറിയൊരു ഇവിടെ ഒരു കട്ടുമുണ്ട്, മുടിയൊക്കെ അല്ലെ. നല്ലൊരു കൈയ്യടി കൊടുക്കണ്ട. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പോവാം, ഗെയിമിലേക്ക് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. ആസിഫ് അലി ഇത്രയും മുൻനിര നടന്മാരായിട്ട് ആസിഫ് അലി ഇഷ്ടപ്പെടണമെങ്കിൽ കടുത്ത ആരാധകനായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? അപ്പൊ നിങ്ങൾ ഓരോ പേര് പറയുമ്പോൾ എന്റെ കൂടെ കൗണ്ട് ചെയ്യാൻ കൂടണം. കാരണം ഞാൻ ചിലപ്പോൾ ഇതിന്റെ തിരക്കിൽ ഇതിന് എണ്ണം വിട്ടുപോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരും വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോവാം. റെഡി? സ്റ്റാർട്ട് നൗ. ഓക്കെ, സ്റ്റാർട്ട്. കെട്ടിയോളാണ് മാല. ഒരു മൈക്ക് കൊടുക്കോ? കെട്ടിയോളാണ് മാലാക. ഒന്ന് ഓണാണല്ലോ. മൈക്കിൽ പറഞ്ഞു. 13 സെക്കൻഡിൽ കെട്ടിയോളാണ് മാലാകേണ്ടി ഇരിക്കുകയാണ്. 18 സെക്കൻഡായി. ആസിഫ് അലിയുടെ കടുത്ത ആരാധകൻ മത്സരത്തിൽ പങ്കെടുത്ത. അത് കുഴപ്പമില്ല, എന്നാലും ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ തന്നെ ഒരു 10 സിനിമയിൽ ഓർത്ത് വെക്കട്ടെ. വെള്ളിമൂങ്ങ. ഉണ്ട് 32 സെക്കൻഡിൽ 2 സിനിമകൾ. ഓക്കെ, ലേറ്റസ്റ്റ് ഒക്കെ ഉണ്ട്. കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. 42 സെക്കൻഡ്. ആസിഫ് അലി 44 സെക്കൻഡ്. 47 സെക്കൻഡ്. കിട്ടില്ല. 50 സെക്കൻഡ്. ഒരെണ്ണം കൂടെ പറയാം, ചിലപ്പോ 2 പറഞ്ഞ ആള് തോക്കും. 54 സെക്കൻഡ്. 56 സെക്കൻഡ്. 58. 59. കറക്റ്റ് അല്ലെ? 2 സിനിമകളുടെ പേര് അദ്ദേഹം പറഞ്ഞു. കുഴപ്പമില്ല, അത് നല്ലൊരു ഇത് തന്നെയാണ്. അപ്പൊ എന്തായാലും അപ്പൊ റെഡി ആണല്ലോ. അപ്പൊ മമ്മൂട്ടിയുടെ ആരാധികയാണ്. ഞാൻ ടൈമർ വെക്കാൻ പോവാണ്. റെഡി? റോഷാക്ക്, കണ്ണൂർ സ്ക്വാഡ്, 2, കാതൽ, 3, ഹരികൃഷ്ണൻ, 4, 2020, 5. പെട്ടെന്ന് ചോദിക്കും. 5. ഈ സിനിമകൾ അല്ലാത്ത പേരുകൾ ആലോചിച്ചോ? 2 മമ്മൂട്ടി. ഹിറ്റ്ലർ 6. ഹിറ്റ്ലർ 19 സെക്കൻഡ്. ഹിറ്റ്ലർ. നല്ല കൈയ്യടി കൊടുക്കണം നിങ്ങൾ. നല്ല കൈയ്യടി സപ്പോർട്ട് ചെയ്യണം. 6. മറന്നു പോയതാണ്. ഓക്കെ, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഓക്കെ, 6 സിനിമ. 31 സെക്കൻഡ്. 6 സിനിമകൾ. 31 സെക്കൻഡിൽ 6 സിനിമകളാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഏതെങ്കിലും ഉണ്ടോ? കുറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 43 സെക്കൻഡായി. 45 സെക്കൻഡായി. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇനിയും കിട്ടും. ഇഷ്ടം പോലെ സിനിമകളാണ് മമ്മൂക്കയുടെ. എത്ര സിനിമകൾ? 52, 54, 55, 50. ഇങ്ങനെ പറയല്ലേ. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല. എത്ര ഉണ്ടായിരുന്നു? 6. ചിലപ്പോ ഇവര് 7 ആവാം, ചിലപ്പോ 2 ആവാം, ചിലപ്പോ 10 ആവാം. ഒന്നും പറയുന്നില്ല. ഏത് മമ്മൂട്ടിക്കാ കൊടുക്കണ്ടേ പറയൂ, നിങ്ങൾ പറയും. റെഡി? ഓക്കെ, let's start now. വടക്കം വീരഗാഥ 1. ഏതായിരുന്നു? 2, 3. 3 മൈക്ക് ചേർത്ത് കുറിച്ച് പറഞ്ഞു. 3 സിനിമകൾ. 19 സെക്കൻഡ് ആയിട്ടുള്ളൂ. ഇനി ഇഷ്ടം പോലെ സിനിമ. മമ്മൂക്കയാണെന്ന് ആലോചിക്കണം. മമ്മൂക്കയുടെ സിനിമയുടെ പേര് പറഞ്ഞാൽ തീരുവോ? കണ്ണൂർ സ്ക്വാഡ് നമ്മൾ ഒരു വട്ടം പറഞ്ഞു. 3.
3 സിനിമകൾ. ആ 4 അങ്ങനെ ആലോചിക്കൂ 4 ഒരു 3 പറഞ്ഞ തൽക്കാലത്തേക്ക് വിജയിക്കും. 43 സെക്കൻഡായേ. 4 സിനിമകളുടെ പേര് 51 സെക്കൻഡ്, 52, 53, ഒന്നുകൂടെ ആലോചിച്ച് രണ്ടെണ്ണം പറയാം. 57, 58, 59. ഓക്കെ, നല്ല കയ്യിൽ കൊടുക്കണം കേട്ടോ. അപ്പൊ ഇവിടെ 6 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, ആദ്യം പറഞ്ഞത് 2. ഓക്കെ, ഇനി ഇഷ്ടംപോലെ സിനിമയുണ്ട്, നമുക്ക് നോക്കാം. ജാഗ്രത. ഇൻസ്പെക്ടർ ബൽറാം. ഒരു വട്ടം പറഞ്ഞാണ്. ക്രോണിക് ബാച്ചിലർ. 2 ക്രോണിക് ബാച്ചിലർ. 2020. ഓക്കെ, 3 2020 പറഞ്ഞോ. അപ്പൊ ഔട്ട്. അപ്പൊ 2 17 സെക്കൻഡിൽ 2 മസിലുകള്. ഓക്കെ, 3 നല്ല കൈയടി. 3 4 കൂടെ പറയാം. സമയമുണ്ട്, സമയം ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. താഴ്വാരം മമ്മൂട്ടിയുടെ 36 സെക്കൻഡ്. പിന്നെ ഏതാണ്? 42 സെക്കൻഡ്. ഓക്കെ, 50 സെക്കൻഡ്. 50, 53, 54 പറഞ്ഞു. 57, 58, 59. ഓക്കെ, ഇത് പറഞ്ഞാൽ മതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പറയാൻ എളുപ്പമായിരിക്കും. കാരണം മറ്റുള്ളവർ പറഞ്ഞ 4 എടുത്തിട്ട് ബാക്കി ഒരു 3 ഉണ്ടായി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യും. ലാലട്ട ഫാനാണ്, നോക്കണം നമുക്ക് കേട്ടോ, പിടിക്കണം. ഓക്കെ, സ്റ്റാർട്ട് നൗ. TP ബാലഗോപാലൻ MA. അമൃതം ഖമയ. കിരീടം. നല്ല ഇൻട്രോ ഒക്കെ കൊടുത്ത്. വാനപ്രസ്ഥം. 4 വാനപ്രസ്ഥം. 15 സെക്കൻഡ്. ദേവാസുരം. 5. സമയം നോക്കണേ. 26. കല ഉടക്കരുത്. 31 സെക്കൻഡിൽ 1 മണിക്കൂർ സമയം കൊടുത്ത് മോഹൻലാലിന്റെ പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ആലോചിക്കണം. എത്ര 4? വാനപ്രസ്ഥം അഗ്നിയാണ്. വാനപ്രസ്ഥം എത്ര? 4 ആണോ 5 ആണോ? ഞാൻ മറന്നുപോയി. 4, 5. ഒരെണ്ണം പറഞ്ഞാൽ നമുക്ക് കൊച്ചിന്റെ കോമ്പറ്റീഷൻ പിടിക്കാം. പ്രശ്നം. മുഖം. അങ്ങനെ സിനിമ ഉണ്ടോ? ഉണ്ട്, എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 6 ഇപ്പൊ ഈക്വലാണ്. താഴ്വാരം പറഞ്ഞു. ഓക്കെ. നല്ല കയ്യടി. അത് ഇവിടെ താഴ്വാര ഒരു ഓർമ്മ വന്നത് പുള്ളിക്കാരി പറഞ്ഞതാണ്. അപ്പൊ അത് കിട്ടി. അപ്പൊ എന്തായാലും ഇപ്പൊ എത്രയായി? 7 ആയില്ലേ? 7 ആയി. ഓക്കെ, അപ്പൊ പുള്ളി അവിടെ സ്റ്റക്കായി നിൽക്കുമായിരുന്നെങ്കിൽ വിൻ ചെയ്യാൻ പറ്റില്ല. അതൊരു ഭാഗ്യം, ഒരു ഓർമ്മയും കൂടിയാണ് അതിന്റെ, അല്ലെ? ആ താഴ്വാരെന്ന് പറയാൻ സാധിച്ചില്ലെങ്കിൽ ടൈമർ ഔട്ടാവും, ആ കൊച്ചു കഴിയും. അപ്പൊ ഇതില് ഒരു ഫൺ ഗെയിമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഭാഗ്യമൊന്നും നമുക്ക് ആരെയും പ്രവചിക്കാൻ പറ്റില്ല. അത് സിമ്പിൾ ആയിട്ട് കാണുക. അപ്പൊ എന്തായാലും സന്തോഷം. ഇവിടെ ഗിഫ്റ്റ് കൊണ്ടൊരു ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി നമുക്ക് ആരെ ഇൻവൈറ്റ് ചെയ്യണ്ടേ? നമ്മുടെ ഇന്നത്തെ അൾട്രാടെക്കിന്റെ നമ്മുടെ ഇന്നത്തെ ഒരു കുടുംബ സംഗമത്തിലാണ്. ഈ ഒരു പ്രോഗ്രാമിന് ശേഷം പിന്നെ സ്റ്റേജിൽ ഉണ്ടായിരുന്ന പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ പ്രൈസ് കൊടുക്കൽ തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിമൻറ്റ് എടുക്കുമ്പോൾ അതിന് പോയിൻ്റ് അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും പ്രൈസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഈ ബോർഡിലുള്ള പിക്ചറിലുള്ളതാണ് കേട്ടോ പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രൈസസ്, നല്ല നല്ല പ്രൈസസ് തന്നെയാണ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കൂടാതെ ഇതിൽ ഒരു പ്രമുഖ വ്യക്തികൾക്കുമുള്ള മൊമൻ്റോയും മറ്റും കൊടുക്കുന്ന ഒരു വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇതിൽ പോയാൽ മൂഡ് ഔട്ടായിട്ടൊക്കെ ഇരിക്കേണ്ടി വരും എന്നൊക്കെയാണ്. പക്ഷേ വിചാരിച്ച പോലെയല്ല, നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. അതിനുശേഷം വീണ്ടും എൻ്റർടൈൻമെൻറ്റ്സായി പോയിട്ടോ, കുസൃതി ചോദ്യങ്ങളും മറ്റുമായിട്ട്. എന്തായാലും നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ അത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മിമിക്രി, ഓരോ നടന്മാരുടെയും സൗണ്ട് അനുകരിക്കുന്നതായിരുന്നു കേട്ടോ. ഒരുപാട് നടന്മാരുടെ സൗണ്ട് അനുകരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് ഇവരുടെയൊക്കെ സൗണ്ടായിട്ടാണ് കേട്ടോ ഫസ്റ്റിൽ തുടങ്ങിയത്. ആക്ച്വലി വളരെയധികം
വളരെ വളരെ അധികം സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇത്രയും അധികം ആളുകൾ കൂടുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി ഇവിടെ നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ എല്ലാ മേഖലകളിലും ഈ കൺസ്ട്രക്ഷൻ ഫീൽഡായിട്ടുള്ള എൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് അൾട്രാടെക് ആണ്. അത് പറയാതിരിക്കാൻ വയ്യ. വളരെ വിശ്വസ്തമായ രീതികളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണെന്ന് എനിക്കിവിടെ പറയുന്നതിൽ യാതൊരു മടിയുമില്ല എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നേരത്തെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇന്ത്യയിൽ തന്നെ വലിയ ഒരു മികവ് പുലർത്തിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അൾട്രാടെക്. നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നതും ഇതുപോലുള്ള പല പരിപാടികൾ ജില്ലകൾ തോറും ഇങ്ങനെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നു. വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നല്ലൊരു സായാഹ്നം മാറട്ടെ. നന്ദി, നമസ്കാരം. ഈ ഒരു പ്രോഗ്രാമിലൊരു ലക്കി ഡ്രോ ഉണ്ട് കേട്ടോ. അത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു ഗിഫ്റ്റിനുള്ള ഒരാളെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം സെറ്റായിട്ട് ഒന്ന് ഓർത്ത് സെറ്റായിട്ട് ഒരെണ്ണം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. മിക്സ് ചെയ്ത് ലക്കി ഡ്രോ വിന്നർ ആയിട്ടുള്ളത് മൊബൈൽ നമ്പർ 98950253 സന്തോഷം, ഒരുപാട് സന്തോഷം, വേറെ സ്നേഹം. ഓക്കെ, അപ്പോൾ ഈ ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എബി സാർ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാംസൊക്കെ അവസാനിച്ചു. ഇദ്ദേഹം നന്ദി പ്രകടനം ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഫുഡും നല്ലതായിരുന്നു. ഫ്രൈഡ് റൈസ്, പൊറോട്ട, ഭട്ടൂര, ബട്ടർ ചിക്കൻ, അതുപോലെ തന്നെ ഗോപി മഞ്ചൂരി, ഐസ്ക്രീം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡ് തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്കുള്ള പ്രൈസ് ഞങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. നല്ല പ്രോഗ്രാമായിരുന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നേരം പോയതേ അറിഞ്ഞില്ല. അത്രയ്ക്കും നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഇനിയിപ്പം വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഈ പ്രൈസൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് കേട്ടോ ഒരു പ്രൈസ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു കുക്ക് വെയർ ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണയിൽ പെണ്ണുങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രൈസൊക്കെ കിട്ടുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. ഞാൻ ഇഷ്ടപ്പെട്ട സെറ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അതൊക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല പ്രൈസ് തന്നെ ആയിരുന്നു കേട്ടോ. കൂടാതെ നമുക്ക് വേറെയും പ്രൈസസ് ഉണ്ടായിരുന്നല്ലോ കുസൃതി ചോദ്യത്തിനും മറ്റുമായിട്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പം അത് ഞാൻ അതൊന്ന് തുറന്ന് നോക്കുകയാണേ. അതും നല്ല ഗിഫ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഒരു പാക്കറ്റിലുണ്ടായിരുന്നത്. അടുത്ത പാക്കറ്റ് നമുക്ക് തുറന്ന് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു സൈസ് കാസറോള് തന്നെ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ 2 സൈസിലുള്ള കാസറോളായിരുന്നു ആ ഒരു ഗിഫ്റ്റ്. അപ്പോൾ എല്ലാം എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു.